ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാം കഥ ഇഷ്ടമാണല്ലേ. ഇന്ന് ഞാനൊരു കഥയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അത് നല്ലതോ ചീത്തയോ, അത് നമുക്ക് ഉടനെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഒരു വൃദ്ധൻ്റെ കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഗ്രാമത്തിലൊരു വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രായപൂർത്തിയായ മകനുണ്ട്. നമുക്ക് ഒരു 30 വയസ്സുള്ള മകന് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ മകന് ജോലിക്ക് പോവില്ല. ഓക്കെ. ഈ വൃദ്ധൻ ഈ ഒരു പ്രായത്തിലും പണിയെടുത്തിട്ടാണ് മകനെ പോറ്റുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ പറയും, എന്താണ് നിങ്ങളുടെ മകനൊരു ജോലിക്കും പോവാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വൃദ്ധനെ ഇങ്ങനെ എന്താ പറയുക, ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കും. അപ്പോൾ വൃദ്ധൻ പറയും, നല്ലതോ ചീത്തയോ എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വൃദ്ധൻ അവിടെ നിന്ന് പോവാണ് പതിവ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി ഈ മകന് ജോലി കിട്ടുകയാണ്. വളരെ നല്ലൊരു ജോലിയാണ്. അപ്പോൾ എല്ലാവരും അവനെ ഭയങ്കര അപ്രീഷിയേഷൻ ചെയ്യും. അതുപോലെ വൃദ്ധനോടോ, നിങ്ങളിനി രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് ജോലിക്കൊന്നും പോകണ്ടല്ലോ എന്നൊക്കെ. അപ്പോഴും ഈ വൃദ്ധൻ പറയും, നല്ലതോ ചീത്തയോ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മകൻ ഒരു കുതിരയെ മേടിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും പറയും, വാവ് സൂപ്പർ, നിങ്ങളുടെ സ്ഥിതി തന്നെ മാറിപ്പോയി അല്ലേ, നിങ്ങൾ അടിപൊളിയാണല്ലോ, സൂപ്പറാണല്ലോ എന്നൊക്കെ പറയും. അപ്പോഴേ ഈ വൃദ്ധൻ പറയും, ഗുഡ് ഓർ ബാഡ് ഐ ഡോണ്ട് നോ. ഓക്കെ. നല്ലതോ ചീത്തയോ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മകൻ കുതിരപ്പുറത്തുനിന്ന് വീഴുകയാണ്. എന്നിട്ട് കാലിനൊരു ഫ്രാക്ചറായി. അപ്പോൾ എല്ലാവരും, അയ്യോ എന്തൊരു ദുർഗതിയാണ്, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അപ്പോഴും ഈ വൃദ്ധൻ പറയും, ഗുഡ് ഓർ ബാഡ് ഐ ഡോണ്ട് നോ. പിന്നെ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അവിടെ ആ രാജ്യത്ത് യുദ്ധം ഉണ്ടാവുകയാണ്. അപ്പോൾ രാജാവിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ ചെറുപ്പക്കാരും യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ യുവാവിന് കാലിന് ഫ്രാക്ചർ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും, അയ്യോ എന്താ ഇവനങ്ങനെ അങ്ങനെ പറ്റിയതുകൊണ്ടല്ലോ ഇവൻ മാത്രം ഇവിടെ ബാക്കിയായത് എന്ന് പറയും. ഓക്കെ. അപ്പോഴും ഈ വൃദ്ധൻ ഇങ്ങനെ പറയും, എന്താണ്, ഗുഡ് ഓർ ബാഡ് ഐ ഡോണ്ട് നോ. ഇങ്ങനെ ജീവിതം തുടരുകയാണ് അല്ലേ. അപ്പോൾ ഈ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കും അല്ലേ. ഉടനെ നമ്മൾ അതിനെ വിധി എഴുതരുത്. ചിലത് നല്ല കാര്യങ്ങളായിരിക്കാം, ചിലത് നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നോക്കുമ്പോൾ അത് മോശമായിട്ട് നമുക്ക് തോന്നിയിരിക്കാം. പക്ഷേ ലൈഫിൽ നമുക്ക് വരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് കുറേ നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ അതിൽ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമുക്ക് കിട്ടിയ ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു നിമിഷവും കടന്നു പോകും എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.